എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ അടുത്ത ശ്ലോകമാണ് നോക്കുന്നത്. ശ്ലോകം ചൊല്ലുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. വസുദേവർ സ്വന്തം ഉണ്ണിയെ എടുത്തു കൊണ്ടുപോയി നന്ദഗോകുലത്തിൽ കിടത്തി മായാഭഗവതി പെൺകുഞ്ഞായി ജനിച്ച മായാഭഗവതിയെ യശോദയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതുവരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കാരാഗൃഹത്തിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ വാതിൽ തന്നെ തുറന്ന് ആണല്ലോ, വാതിൽ അങ്ങോട്ട് പോകുമ്പം വാതിൽ താനേ തുറന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ വാതിൽ തനിയെ അടയുകയും ചെയ്തു. അതുവരെയും കാവൽക്കാരും ഉണർന്നില്ല, കംസനും ഉണർന്നില്ല, ഈ കുട്ടികളൊട്ട് കരഞ്ഞതുമില്ല. കുട്ടികൾ കരഞ്ഞിരുന്നെങ്കിൽ ഇവരെല്ലാം ഉണർന്നേനെ, കാവൽക്കാരെങ്കിലും ഉണർന്നേനെ. അതും ഉണ്ടായില്ല. അതൊക്കെ മായാഭഗവതിയുടെ വൈഭവം. രണ്ടുപേരും കരഞ്ഞില്ല. കൊണ്ടുപോയ ആളും കരഞ്ഞില്ല, കൊണ്ടുവന്ന ആളും കരഞ്ഞില്ല. വസുദേവർ അകത്തേക്ക് കടന്നതും ഈ കൊച്ചങ്ങ് കരയാൻ തുടങ്ങി. അപ്പോൾ കാവൽക്കാരെല്ലാവരും ഉണർന്നു പോയി കംസന് വിവരം കൊടുത്തു, ദേവകി പ്രസവിച്ചു എന്നും പറഞ്ഞ്. അപ്പോൾ വേഗം കംസൻ വന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവും. അതൊക്കെ നമുക്ക് കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ 8-ാമത്തെ ആണോ 7-ാമത്തെ ആണോ എന്ന് ശങ്കയുണ്ടെങ്കിലും നോക്കുമ്പം പെൺകുട്ടിയാണ്. അപ്പോൾ 8-ാമത്തെ ആണെങ്കിൽ ആൺകുട്ടി ആണല്ലോ അശരീരി കേട്ടത്. 8-ാമത്തെ ആണെങ്കിൽ ആൺകുട്ടി ആവും. എന്നാലും ദേഷ്യം കൊണ്ട് പെൺകുഞ്ഞാണെങ്കിലും ദേവകി കുറേ കരഞ്ഞു പറഞ്ഞു, ഇത് പെൺകുഞ്ഞല്ലേ, ആൺകുഞ്ഞ് ആണല്ലോ ജ്യേഷ്ഠനെ കൊല്ലും എന്ന് അശരീരി കേട്ടത്, ഇതിനെ ഞങ്ങൾക്ക് ഒരെണ്ണത്തിനെങ്കിലും വളർത്താൻ തരണം എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. എടുത്തുകൊണ്ടുപോയി കല്ലുമേൽ അങ്ങോട്ട് അടിച്ചു കൊല്ലുക ചെയ്യണതേ കുട്ടികളെ. പ്രസവിച്ച കുഞ്ഞു കുട്ടികളെ കരിങ്കല്ലിൽ കാലുമേൽ പിടിച്ചിട്ട് കരിങ്കല്ലിൽ അങ്ങോട്ട് അടിക്കും. തുണി അലക്കണ പോലെ അങ്ങോട്ട് അടിച്ചങ്ങ് കൊല്ലും. എങ്ങനെയാണ് അങ്ങനെ തോന്നണേ മനസ്സ്, അല്ലേ? നമുക്കാണെങ്കിൽ തോന്നുമോ? അതാണ് കംസൻ. അപ്പോൾ ഈ കൊച്ചിനെ എടുത്തു കൊണ്ടുപോയി അങ്ങ് കൊല്ലാനായിട്ട് കാലയിൽ അങ്ങ് പിടിച്ചു. അങ്ങോട്ട് അടിക്കാൻ അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ ഇത് കയ്യിൽ നിന്ന് പൊങ്ങി അങ്ങ് പോയി. ആകാശത്തിൽ പോയി ആ ദിവ്യസ്വരൂപം അങ്ങ് കാണിച്ചു കൊടുത്തു മായാഭഗവതി. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ അന്തകൻ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. കിം മായാഹതയാമന്ത ജാത ഖലു തവ അന്തകൃത് എന്നാണ് പറഞ്ഞത്. നിന്നെ കൊല്ലാനുള്ള അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു മന്ദ എന്നാണ് പറഞ്ഞത്. മന്ദൻ, മൂഢൻ, മന്ദ തന്നെയാണ്. നമ്മളും വിളിക്കാറുണ്ടല്ലോ ചിലപ്പോൾ പഠിക്കാത്ത കുട്ടികളെയും ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവാത്തവരെയൊക്കെ മന്ദൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഭഗവതി കംസനെ വിളിച്ചു മന്ദ എന്ന്. നിൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു, നീ പോയി തെരഞ്ഞു കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കംസനാകെ എന്തൊക്കെയോ ഒരു ഇതായി. എന്തായാലും മറ്റേ ഭഗവതിയുടെ കാലല്ലേ പിടിച്ചത്. അപ്പോൾ അതിൻ്റേതായ ഒരു പുണ്യം അപ്പോൾ കുറച്ച് നേരത്തേക്ക് കംസന് ഉണ്ടായിരുന്നു. അയ്യോ, ഇതിപ്പോൾ 8-ാമത്തെ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കുട്ടിയെ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ അങ്ങോട്ട് തോന്നി. അത് പോയി അപ്രത്യക്ഷമായി. വേഗം പോയി ഭഗവതി പൊങ്ങിപ്പോയപ്പോൾ പെട്ടെന്ന് തോന്നി ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയി എന്നൊക്കെ തോന്നി. പിന്നെ കാരാഗൃഹത്തിൽ പോയിട്ട് വസുദേവരോടും ദേവകിയോടും ഒക്കെ മാപ്പ് പറഞ്ഞു. അവരെ ബന്ധനമോചിതരാക്കി. അവരെ കെട്ടൊക്കെ അഴിച്ചു വിട്ടു, ഇതിൻ്റെ ചങ്ങലയൊക്കെ അഴിച്ചു വിട്ടു. എന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു, നിങ്ങളുടെ ഉണ്ണികളെ എല്ലാം ഞാൻ കൊന്നു, ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഒരു ബോധോദയം. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് എന്ന് വെച്ചാൽ ഭഗവതിയുടെ കാല് പിടിച്ചില്ലേ, കുറച്ച് നേരമാണെങ്കിലും
ആ ഭഗവതിയുടെ കാല് പിടിച്ചതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരു ബോധോദയം തോന്നി. എന്നുവെച്ചാൽ ഒരു ദേവിയുടെ കാല് പിടിച്ചതിൻ്റെ ഫലമായിട്ടൊരു ആത്മജ്ഞാനം, കുറച്ച് നേരത്തേക്ക് ഒരു മനംമാറ്റം. അപ്പോൾ അവരെ ബന്ധനത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ചു, മാപ്പൊക്കെ പറഞ്ഞു, ഒരുപാട് സങ്കടം പറഞ്ഞു. അപ്പോൾ വസുദേവർ പറഞ്ഞു അതൊക്കെ ഞങ്ങളുടെ ഒരു ഇത് വിധി എന്നൊക്കെ പറയാം, അത് സാരമില്ല എന്നൊക്കെ വസുദേവനും പറഞ്ഞു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പുത്രന്, ഈ വസുദേവർക്ക് ഈ ഭഗവാൻ മകൻ ആയി, ഭഗവാൻ പുത്രനായി വരാനേ വസുദേവർക്കും ദേവകിക്കും ഭാഗ്യം ഉണ്ടായുള്ളൂ. അത് നമ്മളൊന്ന് ആലോചിക്കണം. വസുദേവർക്കും ദേവകിക്കും ഭഗവാൻ പുത്രനായി ജനിച്ചു. പക്ഷേ അവർക്ക് ആ ഉണ്ണിയെ വളർത്താനോ അല്ലെങ്കിൽ ആ ഉണ്ണിയുടെ കുട്ടിക്കളികൾ, പിച്ചക്കളികൾ യാതൊരു കാര്യവും കാണാനും ഒന്നും സാധിച്ചില്ല, വളർത്താനും സാധിച്ചില്ല, ഒന്ന് താലോലിക്കാനോ ഓമനിക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിനൊക്കെ ഭാഗ്യം കിട്ടിയത് യശോദയ്ക്കും നന്ദഗോപർക്കുമാണ്. ഒന്ന് മുലയൂട്ടാൻ പോലും പറ്റിയില്ല ദേവകിക്ക്. ആദ്യം കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറച്ച് പാല് കൊടുത്തുവോ എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ. അതിന് ശേഷം ഇതൊന്നും സാധിച്ചിട്ടില്ല ദേവകിക്കും വസുദേവർക്കും. അവർക്ക് മഹാവിഷ്ണു സ്വരൂപം കാണാൻ സാധിച്ചു, അതിന് മാത്രമേ ഭാഗ്യം ഉണ്ടായുള്ളൂ. വളർത്താനും താലോലിക്കാനും ഒക്കെ നന്ദഗോപർക്കും യശോദയ്ക്കുമാണ്. ഞാൻ കഴിഞ്ഞ തവണ ഇങ്ങനെ ഒന്ന് ഓർമ്മ പെശകിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓർമ്മ പെശക് വന്നു, ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട്. മഹാവിഷ്ണു സ്വരൂപം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ യശോദയെ പറ്റിയാണ് പിന്നെ പറഞ്ഞത്. അതെനിക്ക് മാറിപ്പോയതാണ് കേട്ടോ, എല്ലാവരും ക്ഷമിക്കണേ. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടവർക്ക് മനസ്സിലാവും. ഞാനത് മാറ്റി പറഞ്ഞതാണ്. എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ദേവകി എന്ന് പറയേണ്ട ഇടത്ത് യശോദ എന്ന് പറഞ്ഞു പോയി. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇനി നമുക്ക് ആ നന്ദഗോകുലത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായേ എന്ന് നമുക്ക് ശ്ലോകം നോക്കാം. അറ്റം കൂടാതെ കൗതൂഹലപരവശനായി നന്ദഗോപൻ തദാനീം ഏറ്റം ദാനങ്ങളും ചെയ്തുടനതിമഹിതം ജാതകർമ്മം കഴിച്ചാൻ. ചുറ്റിഖണ്ഡിച്ച പൊക്കിൽ കൊടി തിരുവുദരത്താണ്ടു ഭംഗ്യാ കിടന്നോരീറ്റില്ലത്തുണ്ണിയെ കണ്ടവരവരമൃതാനന്ദമാറാടിനാർ പോൽ. നന്ദഗോപര് ഉണ്ണിയുണ്ടായാൽ ചെയ്യേണ്ടതായ കർമ്മങ്ങളെല്ലാം ബ്രാഹ്മണരെയൊക്കെ വിളിച്ച് ചെയ്യിച്ചു. എല്ലാവരെയും വിളിച്ചു, ഒരുപാട് ബ്രാഹ്മണരെ വിളിച്ചു. എന്തൊക്കെയാണ് ഉണ്ണി ഉണ്ടായാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യിച്ചു. ധാരാളം ധനം ദാനം ചെയ്തു, പശുക്കളെ ഒക്കെ ദാനം ചെയ്തു. സത്യത്തിൽ ഭഗവാന് ഈ ജാതകർമ്മത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഒരു കർമ്മത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ നന്ദഗോപർക്കറിയില്ല ഇത് ഭഗവാനാണ്, ഈ അവതരിച്ചേക്കുന്നത് ഭഗവാനാണ് എന്ന് നന്ദഗോപർക്കറിയില്ല. അത് വസുദേവനോടാണല്ലോ പറഞ്ഞത്. നന്ദഗോപർക്കും യശോദയ്ക്കും അത് ഗർഗൻ വരുമ്പോൾ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഉണ്ണി ഉണ്ടായാൽ ചെയ്യേണ്ടതെല്ലാം വസുദേവർ എല്ലാം എങ്ങനെയാണ് ചെയ്യിക്കണേ? അറ്റം കൂടാതെ, അവസാനം ഇല്ലാതെ, എത്രയെന്ന് പറയാൻ പറ്റില്ല, അത്രയും കൗതുകം അല്ലെങ്കിൽ ആഹ്ലാദം ആണ് മനസ്സിൽ. അവധിയില്ലാതെ ആണ്, തീരാത്ത സന്തോഷം ആണ് ഉണ്ണി ഉണ്ടായത്. പിന്നെ കൗതൂഹലപരവശനായി, അറ്റം കൂടാത്ത കൗതുകം കൊണ്ട് പരവശനായി എന്ന് പറഞ്ഞാൽ വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞ് പിറന്നു, അതും ഒരുപാട് പ്രായമായി. അപ്പോൾ
അപ്പോഴാണ് ഉണ്ണി ഉണ്ടായത്. ഉണ്ണിയല്ല ഉണ്ടായത് എങ്കിലും നന്ദഗോപർക്ക് അതേ അറിയുള്ളൂ ഉണ്ണി ഉണ്ടായി എന്ന്. അതിനും പുറമെ ദിവ്യസുന്ദരമായ ആ ശ്രീകൃഷ്ണ രൂപമാണ് കാണുന്നത്. കൃഷ്ണൻ്റെ ആ സുന്ദരനായിട്ടൊരു ഉണ്ണി. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും കൗതുകം കൊണ്ട് ഇതികർത്തവ്യമൂഢനായിട്ട് വിഷ്ണുരൂപം, ശ്രീകൃഷ്ണ രൂപം എല്ലാം നല്ല കൗതുകം. പരവശത എന്ന് പറഞ്ഞാൽ പരന് വശങ്കതനായി. ശ്രീകൃഷ്ണ പ്രവേശത്തോടെ നന്ദഗോപര് എന്നല്ല, വ്രജം മുഴുവനും ശ്രീകൃഷ്ണൻ്റെ വശത്തിലായി എന്നും ഒരു അർത്ഥമുണ്ട് പരവശത എന്നുള്ള ആ ഒരു പ്രയോഗത്തിന്. പിന്നെ നന്ദഗോപൻ എന്ന് പറഞ്ഞാൽ നന്ദത്തെ നന്ദം സുഖത്തെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ ഗോപനം ചെയ്യുന്ന അല്ലെങ്കിൽ രക്ഷണം ചെയ്യുന്ന ആൾ, ഐശ്വര്യത്തിനെ രക്ഷിക്കുന്ന ആൾ, അല്ലെങ്കിൽ നന്ദനെ രക്ഷിക്കുന്നയാൾ. നന്ദൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ രക്ഷിക്കുന്നയാൾ എന്നും, ശ്രീകൃഷ്ണനെ ഗോപനം ചെയ്തവൻ അല്ലെങ്കിൽ രക്ഷിച്ചവൻ എന്നും. അഥവാ കംസനിൽ നിന്ന് ഗോപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വയ്ക്കുക. കംസനിൽ നിന്ന് കൃഷ്ണനെ ഒളിപ്പിച്ചു വെച്ചവൻ നന്ദഗോപൻ. നന്ദൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ. ഗോപൻ എന്ന് പറഞ്ഞാൽ ഗോപനം ചെയ്തവൻ. അപ്പോൾ ശ്രീകൃഷ്ണനെ കംസനിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചവൻ എന്നും ഒരു അർത്ഥം. അപ്പം നന്ദഗോപർ എന്ത് ചെയ്തു? എല്ലാം ദാനങ്ങളൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ആദ്യം, അതിമഹിതം ജാതകർമ്മവും കഴിച്ചു. ഒരു താമസവും കൂടാതെ എല്ലാ ശ്രേഷ്ഠമായ രീതിയിൽ ജനന സമയത്ത് ഉചിതമായ എല്ലാ വൈദിക കർമ്മങ്ങളും എല്ലാം ചെയ്തു. ദാനങ്ങൾ ചെയ്തു. രത്നങ്ങളൊക്കെയാണ് കൊടുത്തത്. സന്തോഷം കൊണ്ട് ബ്രാഹ്മണർക്ക് ധാന്യങ്ങൾ, രത്നങ്ങൾ, പശുക്കൾ, അതും കൊമ്പിൽ ഒക്കെ സ്വർണം കെട്ടിച്ച് ഉള്ള നല്ല പശുക്കൾ, ധാരാളം പാല് ഒക്കെയുള്ള പശുക്കൾ. പിന്നെ ചുറ്റിഖണ്ഡിച്ച പൊക്കിൽ കൊടി തിരുവുദരത്താണ്ടു ഭംഗ്യാ കിടന്നോരീറ്റില്ലത്തുണ്ണി. പൊക്കിൾക്കൊടി നമ്മൾ ജനിക്കുമ്പം പൊക്കിൾക്കൊടി കുറച്ച് മുറിച്ച് ചുറ്റി കെട്ടി വയ്ക്കും. അത് 7 ദിവസം കഴിഞ്ഞാലല്ലേ കൊഴിഞ്ഞു പോവുള്ളൂ. അതുവരെ ആ പൊക്കിൾക്കൊടി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പൊക്കിൾക്കൊടി ചുറ്റി കിടക്കുന്ന ഭംഗിയുള്ള വയറ്, അങ്ങനെയുള്ള ഉണ്ണിയെ കാണുന്നവർക്കൊക്കെ കണ്ണിന് അമൃതായി. ആ കണ്ടവർക്ക് കണ്ണിനും മനസ്സിനും ഒക്കെ അമൃതമായി അല്ലെങ്കിൽ ആനന്ദമുണ്ടായി. കണ്ടവർക്കെല്ലാം ഭഗവാനെ കണ്ടാൽ എല്ലാവർക്കും ദർശനം ആനന്ദം ആണ് അല്ലേ. അങ്ങനെ ശ്രീകൃഷ്ണനെ എന്താന്ന് വെച്ചാൽ ഒരുപാട് കാലം കൂടിയിട്ട് നന്ദഗോപർക്കും യശോദയ്ക്കും ഉണ്ണി ഉണ്ടായി എന്ന് കേട്ടപ്പോൾ എല്ലാവരും, നന്ദഗോകുലത്തിലെ എല്ലാവരും കാണാൻ വന്നു ഉണ്ണി ഉണ്ടായി എന്ന് കേട്ടപ്പോൾ. അത് ഒരുപാട് കാഴ്ച വസ്തുക്കളും ഒക്കെ കൊണ്ടുവന്ന് കാഴ്ച വെച്ചു ഉണ്ണിക്ക്. അങ്ങനെ കാണുന്നവർക്കൊക്കെ, കേൾക്കുന്നവർക്ക് തന്നെ സന്തോഷം, കണ്ടാൽ അതിലേറെ സന്തോഷം. ഈ ഉണ്ണിയെ അങ്ങോട്ട് കണ്ടാൽ എല്ലാവർക്കും സന്തോഷമാണ്. അല്ലേ, ഗുരുവായൂർ പോയി ഒന്നിങ്ങോട്ട് കാണാനേ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നടക്കിലെത്തണേ. പക്ഷേ ഒരു നോട്ടം കാണും, അപ്പോഴത്തേനും നമ്മളെ തള്ളിവിടും, മാറെന്ന് പറഞ്ഞ്. അപ്പോൾ അത്രയും ഒന്ന് കാണാൻ തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെടണു അല്ലേ. അങ്ങനെ ഒരു നോട്ടം കണ്ടാലും നമുക്ക് പിന്നത്തെ തവണ പോകുന്നത് വരെ നമുക്ക് മനസ്സിൽ ആ ഒരു രൂപം നമുക്കൊരു സന്തോഷം തരും അല്ലേ. അപ്പോൾ ഈ നന്ദഗോകുലത്തിലുണ്ടായിരുന്നവരുടെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അത്രയ്ക്കായിരുന്നു അവരുടെ ഭാഗ്യം എന്ന് പറയാം. ഇനി അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.